എന്തായാലും നമുക്ക് ഈ വിശേഷങ്ങളിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ചേച്ചിയുടെ മുന്നിൽ പെർഫോം ചെയ്യുന്ന ഒരു കൊച്ചു മിടുക്കി, അതായത് വളരെ കുഞ്ഞു മോളാണ്. മോള് വന്നിട്ട് ഇവിടെ പാട്ടാണോ ഡാൻസ് ആണോ മിമിക്രി ആണോ എന്താണെന്ന് അറിയില്ല. ആള് വരുമ്പോ നമുക്ക് ചോദിക്കാം അല്ലെ. എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എസ്തർ. എന്താണ് വിശേഷം? സുന്ദരിക്കുട്ടിയായിണ്ടല്ലോ, സുഖാണോ? ഇത്രയും വലിയ കുട്ടിക്ക് ഈ ചെറിയ ചെയറ് മതിയാവോ? വേറെ ചെയറ് വേണോ? ഓക്കെ ആണോ ഇവിടെ ഇരിക്കാൻ? ഇഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ? എന്താ ഇഷ്ടപ്പെട്ടത്? റെഡ് കാർപ്പറ്റ്. അപ്പൊ LKG പഠിക്കുന്ന വലിയൊരു കുട്ടിയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കണം. ഈ ഉടുപ്പ് ആര് വാങ്ങിച്ചെന്ന് അത് പറ. അമ്മയാ? പട്ടുപാവാടയാണോ ഇഷ്ടം ഇടാൻ എപ്പോഴും? ആണോ? മാലയോ? അമ്മ. അമ്മയാണോ അച്ഛനെയാണോ ഇഷ്ടം? പപ്പേന്ന്. ഉടുപ്പൊക്കെ തച്ചു തരുന്നതൊക്കെ അമ്മ, പക്ഷെ പപ്പയാണ് ഇഷ്ടം. പപ്പ വഴക്ക് പറയില്ല അല്ലേ? പപ്പ ഇങ്ങനെ കൊഞ്ചിക്കും എപ്പോഴും. എന്താ വീട്ടില് കൊഞ്ചിച്ച് വിളിക്കുന്ന എസ്തറിന്? വീട്ടില് വിളിക്കുന്ന പേരെന്താ? ചിക്കു. ചിക്കു ചിക്കു. ഓ, ചിക്കുനോട് ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ളത്? മോള് എന്താ ചെയ്യാൻ പോണത് ഇവിടെ? പാട്ടുപാടാൻ ഇഷ്ടാ? പാട്ട് ഡാൻസ് കളിക്കോ? എല്ലാം ചെയ്യും, ഞങ്ങൾ എല്ലാം ചെയ്യും അല്ലേ. എന്നെ ഇഷ്ടാണോ? ഞാൻ ആരാ? എന്റെ പേരെന്താ? ആ, അതൊക്കെ അറിയാം. സ്വാസിക. എന്നെ എങ്ങനെ കണ്ടത്? റെഡ് കാർപ്പറ്റിലാണോ കണ്ടത്? ആണോ? എന്റെ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നോ? വീട്ടിൽ നിന്ന് മിഠായി കൊണ്ടുവന്നോ? എന്നാ എനിക്ക് പാട്ട് മാല തരുവോ? വള തരുവോ? പാദസരം ഉണ്ടോ? നോക്കട്ടെ, പാദസരം ഉണ്ടോ? അയ്യോ, സ്വർണ്ണ. ഈ ഹെയർ ബാൻഡ് തരുവോ? പൊട്ട് ഒന്നും തരില്ല. അപ്പൊ എന്നെ ഇഷ്ടമല്ല. അന്നൊരു ഉമ്മ തരുവോ? വാ, വരുവോ? ഉമ്മ വരാൻ വരുവോ? വരട്ടെ? പയ്യ കുട്ടിക്ക് എഴുന്നേക്കാൻ. ശരി, അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി മെഹബൂബ പാട്ട് പാടി തന്നു. ആരെ പഠിപ്പിച്ചിരുന്ന പാട്ടൊക്കെ? ഈ മെഹബൂബ ഇങ്ങനെ പാടണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നെ? പപ്പയാണോ പഠിപ്പിച്ചിരുന്നെ? ആ, പപ്പ പാട്ടുകാരനാണോ? ആണ്. അമ്മയോ? രണ്ടുപേരും പാട്ടുകാരാണ്. ഡാൻസുകാരെങ്കിലും ഉണ്ടോ? പപ്പ. ഇഷ്ടമുള്ള പാട്ടുകാരി ആരാ? ഞാൻ. അതായത് സ്വന്തമായിട്ടാണ് ഇഷ്ടം. ഓ, വയ്യ. എസ്തറിന്റെ പാട്ടാണ് എസ്തറിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഇനി നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ച ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? ടീച്ചർ പഠിപ്പിച്ച ഏതെങ്കിലും പാട്ട്, പോയംസ് ഒക്കെ പഠിപ്പിക്കില്ലേ ടീച്ചർ? അങ്ങനെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാ? അത് പാടിക്കോ. പാടൂലേ? ട്വിങ്കിൾ ട്വിങ്കിൾ അത് പാടുവോ? ചീരപ്പൂവേ പാടുവോ? ആ, എന്നാ അത് പാടിക്കോ. പാട്ട് പാടുന്ന കാര്യത്തില് മിടുക്കിയാണ്. സംസാരിക്കൂല്ലെങ്കിലും പാട്ട് സൂപ്പറായിട്ട് പാടും. അപ്പൊ നമുക്കിനി കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? അവരൊക്കെ ആരാന്ന് നമുക്ക് അറിയണ്ടേ? വേണ്ടേ? ആ, നമസ്കാരം. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനാണ് വന്നിരിക്കുന്നത്. അച്ഛന്റെ പേര് പറയൂ. എന്റെ പേര് സജീവ്. സജീവ് എന്ത് ചെയ്യണു?
ഞാൻ ഇവിടെ ആലുവയിലൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ പാട്ടുകാരനും ഡാൻസുകാരനും ഒക്കെ ആണോ അതെയോ? അല്ലല്ല, ഞാൻ പാട്ട് കൂടുതലും പഠിപ്പിച്ചു കൊടുക്കണത് ഞാനാണ്. ഓ അങ്ങനെ. വൈഫാണ് പാടുന്നത്. വൈഫാണ് പാടുന്നത്. അത് ശരി. അപ്പൊ ഡാൻസർ ആണോ? ഞാൻ ഡാൻസ് ഡാൻസർ ആണ്. ഇപ്പൊ പക്ഷെ ഇല്ല, എല്ലാം നിർത്തിയിരിക്കുകയാണ്. ഇല്ലാന്നല്ല, എന്തെങ്കിലൊക്കെ ഇപ്പൊ ജോലി തിരക്കിന്റെ ഇടയിൽ വല്ലപ്പോഴും. ക്ലാസിക്കൽ ഡാൻസർ ആണോ അതോ? അല്ലല്ല, സിനിമാറ്റിക് ആണ്. സിനിമാറ്റിക്. ശരി, അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. അമ്മയാണ് ഗായിക. എന്താ പേര്? വിജി. അപ്പൊ വിജി കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ എന്റെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പോയിട്ടില്ല പാട്ട് പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രോഗ്രാംസിലൊക്കെ അങ്ങനെ പാടാറൊക്കെ ഉണ്ട്? ഞാന് ഗാനമേളക്ക് പോയിരുന്നാണ്. അപ്പൊ ഇപ്പൊ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് പ്രോഗ്രാം കുറഞ്ഞ, പിന്നെ പള്ളിയിലെ കൊയറുകളുണ്ട്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയിട്ടില്ല. എന്നാ വിജി ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടൂ, വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും? നിൻമുഖം പോൽ നിൻ സ്വരം പോൽ നിൽപ്പൂ രജനികന്തേ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. എന്റെ ഏറ്റവും ഫേവറേറ്റ് വൺ ഓഫ് ദ സിംഗേഴ്സില് ജാനകിയമ്മയാണ്. അതും ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. അത് കേട്ടപ്പോ കുറെ സന്തോഷം.